ചിക്കൻ വേണം ഇത്തിരി. നീ അത് പ്ലേറ്റ് എടുക്കുന്നില്ല? എന്നിട്ട് പിന്നെ അതും കൂടി വാഷ് ചെയ്യണ്ടേ? പാത്രം കഴുകി കഴുകി കൈ ആകെ വൃത്തികേടായി. അത് പോട്ടെ, ഇന്ന് എന്താ ലേറ്റായേ? വരുന്ന വഴിക്ക് ബാറിൽ കയറി. അതിന് മുടക്കൊന്നുമില്ലല്ലോ. ഞാനൊരു സാരി വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അത് നിനക്ക് ഓർമ്മയില്ല. എന്റെ അഭി വണ്ടി റിപ്പയറായി, രൂപ 3000 പോയി. ATM 0 ബാലൻസ്, ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് കഴിയുകയും ചെയ്തു. അപ്പോ വെള്ളടിച്ചതോ? എനിക്ക് കേക്കണ്ട. പ്രേമിച്ച് നടക്കുമ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പൊ എന്ത് പറഞ്ഞാലും ഓക്കെ. ഒന്ന് പ്രസവിച്ചപ്പോ മാറ്റു കുറഞ്ഞു പോയോ? ഓ ചിരിക്കണ്ട, എനിക്കറിയാം. Are you feeling insecurity? ആ എങ്കിലങ്ങനെ. എന്റെ അഭി വല്ലപ്പോഴെങ്കിലും ഒന്നും ഉടക്കാതിരുന്നൂടെ? അതിന് ഞാനല്ലല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നേ. ആയിക്കോട്ടെ, ഞാൻ തന്നെയാണ് സമ്മതിച്ചു. വാമളെ. ഓ ഇന്നിപ്പോ എനിക്കറിയാം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാന്ന് മനസ്സിലായോണ്ടല്ലേ ഈ ജാട കാണിക്കുന്നേ. ഞാൻ ചുമ്മാ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി അത് വാങ്ങിക്കാൻ പറഞ്ഞത്. സത്യം. എന്തിനാ ചിരിക്കുന്നത്? ഇപ്പോഴത്തെ പിള്ളേർ വിശ്വസിക്കാൻ പറ്റൂലേ? എന്താ? ഞാൻ നമ്മുടെ വീടിന്റെ പ്ലാൻ ഒന്ന് നോക്കുക. നമുക്ക് ആ സ്ഥലം അങ്ങ് വിറ്റാലോ? അതിന് അഡ്വാൻസ് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. രജിസ്ട്രേഷന് 3 മാസം കൂടി ഉള്ളൂ. ഒരു ഐഡിയ കിട്ടണല്ലോ. നീ വല്ലതും അറിയണ്ട. ഓ ഞാൻ പറഞ്ഞത് അതല്ല. നമുക്ക് ആ കാശങ്ങ് തിരിച്ചു വാങ്ങി വേറൊരു സ്ഥലം വാങ്ങിച്ചാലോ എന്നാ. എനിക്ക് ആ പ്ലാനൊന്നും അത്ര ഇഷ്ടായില്ല. ഇത് തന്നെ കൊക്കിലൊതുങ്ങൂല. നീ ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷറിയസ് വില്ലേക്ക് ആയിരിക്കും. ഈ ഫ്ലാറ്റിന്റെ റെന്റ് തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റണല്ലോ. അത് തന്നെ ഒരു കണക്കിന് ഒപ്പിക്കുന്നത്. അതിന് നിന്റെ ഒരു കെയറും കൂടി വേണം. അൺവാണ്ടഡ് തിങ്സ്, എക്സ്പെൻസസ് എല്ലാം അവോയ്ഡ് ചെയ്യണം. എന്തിനീ വേണ്ടാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത്? അപ്പൊ നീ ഡ്രിങ്ക്സ് കഴിക്കുന്നതോ? നിന്റെ വലിയ ആഗ്രഹമായിരുന്നില്ലേ വാട്ടർ ഫ്രണ്ട് വില്ലാസ് ഒക്കെ വേണമെന്ന്? അതെന്തായാലും നടക്കൂല. എന്തായാലും വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടിയില്ലേ? എന്റെ ലിയോ, അതൊന്നുമല്ല കാര്യം. പണം വേണം. അതുണ്ടാക്കാനുള്ള വഴി നോക്കണം. നമ്മുടെ കല്യാണം കഴിയുമ്പോൾ നിനക്കുണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ സ്റ്റേറ്റ്സിലും UK ഒക്കെ അല്ലേ? അത് ഒന്നിച്ചു പഠിച്ചോര് ട്രൈ ചെയ്ത നിനക്കും ആവായിരുന്നില്ലേ? ഞാൻ പറയണത് അതാ. എന്റെ അഭി എല്ലാവർക്കും ഒരേപോലെ ഒന്നും ആവാൻ പറ്റൂല. ശരി, ഞാൻ ഒന്നും പറയുന്നില്ല. കം ടു ദ റിയാലിറ്റി. വി ആർ ഓൾ ലക്കി പീപ്പിൾ. കിടന്നുറങ്ങാൻ പോലും സൗകര്യമില്ലാത്ത എത്രയോ പേര് ഭൂമിയിൽ ജീവിക്കണ്ടെന്നറിയോ? എനിക്ക് കേക്കണ്ട നിന്റെ ഫിലോസഫി. ഫിലോസഫി വേണ്ടെങ്കിൽ വേണ്ട, ബയോളജി ആവാലോ. ഡിയർ പേരൻസ്, നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ സ്പോർട്സ് മൾട്ടിപ്ലെക്സ് എന്ന പ്രസ്റ്റീജ് പ്രോജക്റ്റിൻ്റെ 2ാം ഘട്ട ആലോചന യോഗമെന്ന നിലയ്ക്കാണ്. ഇതിനു മുൻപ് നടന്ന പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ വൈഡ് മീറ്റിംഗിൽ പ്രസൻറ്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പാരൻസിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് വിലയിരുത്താനാണ് ഈ ഡിവിഷൻ വൈസ് മീറ്റിംഗ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസ്സുകളുടെ മീറ്റിംഗ് നടന്നു കഴിഞ്ഞു. പാരൻസിൽ നിന്നും നല്ല റെസ്പോൺസാണ് കിട്ടിയത്. LKG UKG സ്റ്റുഡൻസിൻ്റെ പാരൻസായ നിങ്ങളിൽ നിന്നും അത് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു ഹ്യൂജ് എമൗണ്ട് ആവശ്യമായ പ്രോജക്റ്റാണിത്. നിങ്ങളുടെ കംപ്ലീറ്റ് കോഓപ്പറേഷൻ ഈ പ്രോജക്റ്റിനുണ്ടാവണം. കോൺട്രിബ്യൂഷൻ എമൗണ്ട് വിത്തൗട്ട് ഇൻട്രസ്റ്റ് ആയി ആണെങ്കിൽ പോലും സ്റ്റുഡൻറ് ഈ സ്കൂളിൽ നിന്ന് റിലീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കുമെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും പേരിവിടെ വായിക്കാം. പാരൻസിന് എഴുന്നേറ്റ് നിന്ന് അവരവരുടെ ഓഫറുകൾ പറയാവുന്നതാണ്. ആദർശ് മോഹൻ 2 lakhs. ഉജ്ജ്വൽ എസ് മേനോൻ 2.4 lakhs. സാനിയ മാത്യു 2.5 lakhs. മിഥുൻ വിജയ് 2.5. പ്രിയങ്ക ലിയോ ജോൺ 3 lakhs. 3 lakhs. സോറി, not 3 lakhs. 50,000. ഓ, 3 lakhs പറഞ്ഞു, പെട്ടെന്ന് 50,000.
ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓഫർ 5 lakhs, 2 lakhs, 4 lakhs. എന്തായാലും അത് കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊന്ന് വിളിച്ച് പറയായിരുന്നു. എങ്കിൽ പിന്നെ ലിയോക്ക് മീറ്റിങ്ങിന് വന്നൂടായിരുന്നോ? 50,000 എന്നൊക്കെ പറഞ്ഞ ആദ്യം കുറച്ച് ഓഫർ ചെയ്യുന്നത് നാണക്കേടല്ലേ എന്റെ ലിയോ? ഓരോരുത്തർ ലേലം വിളിക്കുന്ന പോലെയാ 1 lakh 2 lakh എന്നൊക്കെ ഓഫർ കൊടുത്തത്. അവർക്കൊക്കെ പിന്നെ എന്താവാലോ, നോട്ട് ഇട്ട് ചെതലരിക്കാതിരിക്കാൻ അത് നല്ലത്. പക്ഷെ നമ്മുടെ കാര്യം അതാണ്. ഞാൻ ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? എനിക്ക് സാലറി മാത്രമല്ലേ ഉള്ളൂ, ഇൻസെന്റീവ് ഇല്ലല്ലോ. ആ, വല്ല റിസർവ് ബാങ്ക് ഗവർണറുടെ മോളെയും കിട്ടിയാൽ മതിയായിരുന്നു. ചോദിക്കുമ്പോൾ ഇറക്കി തന്നേനെ. വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ, നമ്മുടെ മോക്ക് വേണ്ടിയിട്ടല്ലേ. പിന്നെ റെപ്യൂട്ടഡ് സ്കൂളാവുമ്പം ഇതൊക്കെ യൂഷ്വലാ. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, വല്ല തല്ലിപ്പൊളി സ്കൂളിലും കൊണ്ട് മോളെ ചേർക്കാം. ആകെ ഒരു മോളല്ലേ ഉള്ളൂ, 4 5 ഒന്നും അല്ലല്ലോ. അതെന്റെ കുറ്റമാണോ? നീ സമ്മതിക്കണ്ടേ? 30 rupees ഞാൻ കൊടുത്തോളാം. പത്തുണ്ട്. ഒരു ടിപ്പ്. ഛേ, ലിയോ പറയാൻ കുറച്ച് ചമ്മലുണ്ട്, പക്ഷെ നിവർത്തിയില്ല. പറഞ്ഞോ? ഒരു 50,000 rupees വേണമായിരുന്നു. ഇൻസെന്റീവ് കുറച്ച് കിട്ടാനുണ്ട്. കിട്ടുമ്പോൾ അതോടനെ തിരിച്ചു വന്നോളാം. ഇത് പറയാനാണോ ഇത്രയും ബുദ്ധിമുട്ടിയത്? ഒന്നുമില്ലേലും കുട്ടിക്കാലം മുതലേ നമ്മൾ കാണുന്നവരല്ലേ, ഒരേ നാട്ടില് ഒരേ സ്കൂളില്. ആട്ടെ, എന്താ ഇത്ര അത്യാവശ്യം? മോൾക്ക് സ്കൂളില് ഓ, ഒരു മിനിറ്റ്. അതെ, കയ്യിലുള്ളത് തികയില്ല. ലിയോ കളക്ട് ചെയ്തോളല്ലോ. താങ്ക് യു. ഓ, സ്വീകരിച്ചു. ഞാൻ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.